ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള CBC ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ABC ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ മുടിക്കായാലും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു ABC ജ്യൂസ് എന്ന് പറയുന്നത്. അതൊട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണ്. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, അതായിരുന്നു നമ്മുടെ ABC ജ്യൂസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് CBC ജ്യൂസാണ് കേട്ടോ. അപ്പോൾ CBC ജ്യൂസ് എന്ന് പറയുന്നതിൽ ഇതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് കുക്കുംബർ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഈ 3 പച്ചക്കറിയാണ് നമ്മൾ ഈ ഒരു ജ്യൂസിനായിട്ട് എടുക്കുന്നത്. അപ്പം കുക്കുംബറിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കനം കുറച്ച് അരിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഒത്തിരി നല്ലതാണ്. നമ്മുടെ HB കൂടാനായാലും അതുപോലെ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കൂടാനായാലും ഒക്കെ നല്ല വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. കുക്കുംബർ ആയാലും ക്യാരറ്റ് ആയാലും അതുപോലെ തന്നെയാണ് കേട്ടോ. ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു ജ്യൂസിന് ബീട്രൂട്ടിൻ്റെ ആ ഒരു ചിലർക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ്, പച്ചക്കുത്ത് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പക്ഷേ ഈ ഒരു ജ്യൂസിന് അതുപോലെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ചുവയൊന്നും അധികം ഇല്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ബീട്രൂട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു പകുതി ബീട്രൂട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാനൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി വലിയ ക്യാരറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണോ അല്ലെങ്കിൽ 1-2 എണ്ണോ ഒക്കെ എടുത്താലും മതി കേട്ടോ. അത് പിന്നെ നമ്മൾ എന്തോരം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും അത് എടുക്കുന്നതിൻ്റെ അളവും. അപ്പോൾ നമ്മൾ കുക്കുംബർ ഇട്ടു, ബീട്രൂട്ട് ഇട്ടു, ക്യാരറ്റ് ഇട്ടു. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നന്നായിട്ട് ഇത് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. അങ്ങനെ നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എന്തോരം ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബീട്രൂട്ടും ക്യാരറ്റിൻ്റെയൊക്കെ കളർ ചേർന്ന് നല്ല അടിപൊളി ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മുന്തിരി വൈനൊക്കെ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ, നല്ല രസമുള്ളൊരു കളറാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഹെൽത്തി ആയിട്ട് നല്ല പക്കാ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് അരിക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ അരിക്കാതെ കഴിക്കുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബ്ലാക്ക് സോൾട്ട് ചേർക്കണമെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ജ്യൂസ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ആ ഒരു ബീട്രൂട്ടിൻ്റെ മധുരവും ക്യാരറ്റിൻ്റെ മധുരമൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനി ഈ ഒരു ജ്യൂസിന് തണുവ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ലേ, നമ്മുടെ ജ്യൂസ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ജ്യൂസുകൾ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഡെയിലി ഉണ്ടാക്കി കഴിക്കാനല്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിതിലെ വെജിറ്റബിൾസ് പച്ചയ്ക്കല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ 1-2 പ്രാവശ്യം, ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഈ ഒരു ജ്യൂസിൽ നമുക്ക് ഇഞ്ചി ചേർക്കണമെങ്കിൽ ഇഞ്ചി ചേർത്തിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.